ഇതിൻ്റെ അകത്ത് ഭയങ്കര ചെളിയാണ്, ഇതിൻ്റെ അകത്തും ഈ സൈഡിലും ഒക്കെ. ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. ക്ലീൻ ചെയ്യാൻ സോ ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ബാക്ക് ടു മല്ലു ടക്സിഡിയോത്തിസ്. സോ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു, ഞാൻ എങ്ങനെയാണ് എൻ്റെ എൻടോർക്ക് പ്രോപ്പറായിട്ട് കഴുകുന്നതെന്നുള്ളതിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടിനായിട്ട് ആക്ച്വലി കുറച്ച് പേര് വെയിറ്റിംഗ് എന്ന് എനിക്കറിയാം. ബട്ട് ലെറ്റ് മീ ടെൽ യു, കാരണം കുറച്ച് മഴയും കാര്യങ്ങളൊക്കെ ആയിപ്പോയതുകൊണ്ട് സെക്കൻഡ് പാർട്ട് ഇതുവരെ റെഡിയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റിയിട്ടില്ല. ബിക്കോസ് മഴയുള്ള സമയത്തിൽ നമുക്ക് പോളിഷോ കാര്യങ്ങളോ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അത് പിന്നെ മഴ പെയ്യുമ്പോൾ അത് പെട്ടെന്ന് പോകും. അപ്പം അറ്റ്ലീസ്റ്റ് കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്യൂക്ക് ഞാൻ എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയാണ് കഴുകുന്നത് എന്നുള്ളതാണ്. ആൻഡ് ഞാൻ മോസ്റ്റ്ലി ഒരു ഷോർട്സ് ഉണ്ടാക്കിയായിരുന്നു നമ്മുടെ ഡ്യൂക്കിൻ്റെ ചെയിൻ ക്ലീൻ ചെയ്യുന്നതൊക്കെ. സോ അതിന്ന് ഒരു ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. സോ ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ വണ്ടി കാണിച്ചു തരാം. അതുകൊണ്ടോ വണ്ടി ഇവിടെ ഇരിപ്പുണ്ട്, നമ്മുടെ ചാനലിലെ ബാഡ്ജിങ് ഇവിടെയുണ്ട്. ആൻഡ് വണ്ടി ഇതുണ്ടോ ഫുള്ള് ചെളിയാണ് ഇതിൻ്റെ അകത്ത് മുഴുവനും, കാരണം മഴയായിരുന്നു കുറച്ച് ദിവസമായിട്ട്. പിന്നെ ഓൾറെഡി ഞാനിത് എൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഞാനിത് എക്സ്ട്രാ ഇവിടെ ഒരു ലൈറ്റും അപ്പുറത്തൊരു ലൈറ്റും പിടിപ്പിച്ചിട്ടുണ്ട്. ബിക്കോസ് ഇത് വൈറ്റും യെല്ലോയും ആണ്. വീഡിയോ എൻ്റെ ഒരു 1-2 വീഡിയോസിലും ഞാൻ ഷോർട്സിലും കാണിച്ചായിരുന്നു. ഇനിയും കാണാത്തവരുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പോയി ചെക്കൗട്ട് ചെയ്യുക. ആൻഡ് ഇപ്പോൾ നിലവിൽ വണ്ടി ഏകദേശം നല്ല ചെളി പിടിച്ചിരിക്കുന്ന അവസ്ഥയിലാട്ടോ. അതുപോലെ തന്നെ ചെയിൻ ലൂബ് ചെയ്തെങ്കിലും ഇതിൻ്റെ അകത്തൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല. സോ ഇന്നിപ്പോൾ നിലവിൽ നമ്മൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കവറെല്ലാം അഴിക്കാൻ പോവുകയാണ്. അഴിച്ചിട്ട് ഇതെല്ലാം ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കഴുകാൻ പോകുന്നത്. സോ വീഡിയോ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കുക. നിങ്ങളൊരു ഡ്യൂക്ക് ഓണർ ആണെങ്കിൽ മസ്റ്റായിട്ട് കാണുക, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ്. സോ ബിഫോർ സ്റ്റാർട്ടിങ് 1-2 പേർ എന്നോട് ചോദിച്ചിരുന്നൊരു കാര്യമാണ്, ഡ്യൂക്കിൻ്റെ കീ ചെയിൻ ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചായിരുന്നു. സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന കീ ചെയിൻ. ഇതിൽ KTMൻ്റെ ബ്രാൻഡിങ് ഉണ്ട്. ആൻഡ് അത് ഇവിടെ ഒരു ചെറിയൊരു ഇതുണ്ടോ, ഇവിടെ ഒരു KTM ഉണ്ട്, ഇങ്ങനെ ഒരു KTM ഉണ്ട്. സോ ഇത് ബേസിക്കലി നിങ്ങൾക്ക് ഓൺലൈനിൽ നിന്നും കിട്ടും. ഞാനിത് ആക്ച്വലി മേടിച്ചത് നമ്മുടെ കോട്ടയം ജെറോണിൽ നിന്നാണ്. സോ ഞാൻ വേണമെങ്കിൽ കടയുടെ ഇത് നിങ്ങൾ എനിക്ക് ടെക്സ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കടയുടെ ബേസിക്കലി നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും അയച്ചു തരാം. ആൻഡ് ജെറോണുമായിട്ട് എനിക്ക് ഒരുപാട് നാളത്തെ ബന്ധമാണ്. അവരുമായിട്ട് ഇന്ന് വരെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു പ്രശ്നത്തിലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ സെക്കൻഡറി എനിക്കൊരു ഐഡിയ കൂടിയുണ്ട്. കാരണം ഞാനിപ്പോൾ നിലവിലിത് നിങ്ങളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ നമ്മുടെ നമ്പർ പ്ലേറ്റ് ഇവിടെയാണ് ഇരിക്കുന്നത്. ഇത് കുറച്ചും കൂടെ കയറ്റി വെച്ച് ഈ ഒരു ഗ്യാപ്പ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ നോക്കുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇപ്പോൾ ഇതിൻ്റെ അത് ഇപ്പോൾ നിങ്ങൾ നോക്കുവാണെങ്കിൽ ഇതാണ് ഇപ്പോൾ എൻ്റെ 360യുടെ മൗണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ മൗണ്ട് നമുക്ക് അഴിക്കാം. ഇത് നമ്മുടെ ലൈറ്റിൻ്റെ സ്വിച്ചാട്ടോ, എക്സ്ട്രാ നമ്മൾ പിടിപ്പിച്ച്. ഇത് 2-way സ്വിച്ചാണ്. മുകളിലേക്ക് വൈറ്റും താഴേക്ക് യെല്ലോയും അങ്ങനെയാണ് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ ഈ മൗണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങ് അഴിക്കുവാണ്. നമുക്ക് അഴിക്കാൻ പറ്റുന്നില്ല, ആദ്യം അഴിച്ചേക്കാം. പിന്നെ നമുക്ക് കഴിയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമുണ്ടാവും. അതിന് ടൂൾ ബോക്സ് എടുത്തു, കാരണം ഇതിൻ്റെ അകത്തുണ്ടല്ലോ എല്ലാ സാധനവും ഊരാനുള്ള സാധനം ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നുണ്ട്, കമ്പനി തരുന്നുണ്ട്. താങ്ക്സ് ടു KTM. കാരണം നമുക്ക് വേറെ എക്സ്ട്രാ സാധനങ്ങളുടെ ആവശ്യം വരുന്നില്ല. ആൻഡ് അതൊരു വലിയ താങ്ക്സ് ആണ്. ബിക്കോസ് നമ്മളല്ലെങ്കിൽ പിന്നെ ഈ സാധനങ്ങളൊക്കെ അഴിക്കാൻ വേണ്ടി വേറെ പലയിടത്തു നിന്ന് പോയി പല സാധനങ്ങളും മേടിക്കേണ്ടി വരും. ആൻഡ് ഇതൊരു നല്ലൊരു ടേണിംഗ് പോയിൻ്റാണ്. കാരണം KTMനോട് എനിക്ക് വളരെയധികം ഇത് തോന്നിയത്, കാരണം ഞാൻ ഈ സാധനം ആദ്യമായിട്ട് അയച്ചപ്പോൾ ഇതിൻ്റെ ടൂൾസ് എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് കറക്റ്റ് എല്ലാം ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ്സ് വാസ് പെർഫെക്റ്റ്. സോ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ടൂൾ ബോക്സിന് ഈ ഒരു സാധനമാണ് വേണ്ടത്. ആൻഡ് ഇവിടെ ഇത് മാത്രം ഉണ്ടല്ലോ, എൻ്റെ ഈ ഒരു നട്ട് മാത്രം കുറച്ച് എൻ്റെ പോയിട്ടുണ്ട്. സോ ഈ ഒരു സ്ക്രൂ നമ്മൾ ഊരുവാണ്. ഓക്കെ, വെയിറ്റ്. പിന്നെ വേണ്ടത് 8-10ൻ്റെ. സോ ഈ ഒരു സ്ക്രൂ ആണ് ഏറ്റവും ആദ്യം വേണ്ടത്. ഇത് വെച്ച് നമ്മൾ വേണ്ട ഇവിടുത്തെ ഇത് അഴിച്ചു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് 8-10 സ്പാൻഡറാണ്. ആൻഡ് ബേസിക്കലി ഇതിൽ 8ൻ്റെ നട്ടാട്ടോ വരുന്നത്. സോ ലൈക്ക് ദിസ് വേണ്ടല്ലേ, കാണിച്ചു തരാം. ഈ എല്ലാ സാധനവും KTMൻ്റെ ഇതിൻ്റെ അകത്ത് തന്നെ വരുന്നത് കൊണ്ട് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ് സാധനം ഇതെല്ലാം ഊരാനും എടുക്കാനും എല്ലാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കുറച്ച് നാളായി ഇതുപോലെ ചെയ്തിട്ട്. ബിക്കോസ് ഞാൻ ബേസിക്കലി ഒരു 3 മാസമൊക്കെ കൂടുമ്പം ഇതുപോലെ കവറെല്ലാം അഴിച്ച് ഞാൻ ക്ലീൻ ചെയ്യും. ബിക്കോസ് നമ്മൾ അടിക്കുന്ന, അതായത് നമ്മളിപ്പോൾ ഈ ചെയിൻ ലൂബ് ചെയ്യുമ്പോഴും കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻ്റെ അംശമൊക്കെ ഇതിൻ്റെ അകത്ത് ഈ കവറിൻ്റെ അകത്തും അതുപോലെ തന്നെ ഈ ഫ്രണ്ടിലൊക്കെ ഒരുപാട് വന്നിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കൂടുതലും
ഒരു 2 മാസം 3 മാസം കൂടുമ്പോൾ ഞാൻ ഇതുപോലെ ചെയ്യുന്നത്. ബിക്കോസ് ഇല്ലെന്നുണ്ടെങ്കിൽ ചെയിൻ ലൈഫ് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ ഇതിനകത്ത് കുറച്ച് ഗ്രീസ് തേച്ചായിരുന്നു. ഇപ്പോഴും അതുപോലെ തന്നെ ഉണ്ട്. ഇത് കാണിച്ചു തരാം കേട്ടോ. കുറച്ച് ഗ്രീസ് ഞാൻ ഇതിനകത്ത് ഉണ്ടോ, ഈ നട്ടിൻ്റെ അകത്ത് ഇതുണ്ടോ തേച്ചായിരുന്നു. അത് അതുപോലെ തന്നെ ഉണ്ട്. ഇത്രയും നാളായിട്ട് ഏകദേശം ഒരു 3 മാസം 4 മാസമായിട്ടോ വണ്ടി ഇതുപോലെ ചെയ്തിട്ട്. കാരണം സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല. ഞാൻ വേറൊരു ബിസിനസ്സിൻ്റെ കാര്യമൊക്കെ ആയിട്ട് കുറച്ച് തിരക്കായി പോയതുകൊണ്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്ന് വേണമെങ്കിൽ പറയാം ഓപ്പണായിട്ട്. ആൻഡ് ഇപ്പോൾ ഇന്നിപ്പോൾ നിലവിൽ സൺഡേ ആണ്. അപ്പോൾ സാധാരണ സൺഡേ എല്ലാവർക്കും എന്താ പരിപാടി എന്ന് എനിക്കറിയില്ല. പക്ഷേ എനിക്കെന്ന് പറയുമ്പോൾ ഞാൻ മോസ്റ്റ്ലി വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മോസ്റ്റ്ലി വണ്ടി കഴുകാനും എടുക്കുന്ന ഒരു ഡേ ആണ് സൺഡേ. അപ്പോൾ ഇത് നമ്മൾ വേണ്ട ഇതിങ്ങനെ ഊരി ഉണ്ടോ, നമ്മൾ ഊരി വെച്ചു. അപ്പോൾ അതേണ്ട ഈ കവറിങ് പോകുന്നു. സോ നോക്കിയാൽ എന്തുമാത്രം ചെളിയാന്ന് നോക്കി ഞാൻ കാണിച്ചു തരാം കേട്ടോ. അടുത്ത് കാണിച്ചു തരാം. ഇത് നോക്കണേ, എന്തുമാത്രം ചെളിയാണ് ഇതിൻ്റെ അകത്തുനിന്ന് നോക്കുക. മനസ്സിലാകും, ഭയങ്കര ചെളിയാണ്. അതുകൊണ്ടോ ഇതിൻ്റെ അകത്ത് ഭയങ്കര ചെളിയാണ്, അതിൻ്റെ അകത്തും ഈ സൈഡിലും ഒക്കെ. ആൻഡ് കവറും കാണിച്ചു തരുന്നുണ്ടോ, കവറിൻ്റെ അറ്റത്തും ചെളിയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അവസ്ഥയായിരിക്കും ഇതിൻ്റെ അകത്തും അതുപോലെ ഈ സൈഡിലും ഒക്കെ. സോ നമുക്ക് ഈ കവറും കൂടെ ഊരണം. ഈ കവർ ഊരാൻ വേണ്ടി ഇത് മൊത്തമായിട്ട് നമ്മൾ ഒരൊറ്റ പാർട്ടായിട്ടാണ് ഊരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടത്തേത് നമുക്കൊന്ന് ലൂസാക്കണം, ഇവിടുത്തെ 2 എണ്ണവും. അത് കഴിഞ്ഞിട്ട് വേണം ഇവിടുത്തെ ഇതിൻ്റെ അകത്തൊരു നട്ടുണ്ട്. കുറച്ച് പണിയുള്ളൊരു പരിപാടിയാണ്, പക്ഷേ ഇറ്റ്സ് ഫൺ. കാരണം വണ്ടി ശരിക്കും മെയിൻറ്റെയിൻ ചെയ്യാൻ താല്പര്യമുള്ളൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് നമുക്ക് ശരിക്കും അടിപൊളിയാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. എന്തായാലും വണ്ടി സർവീസ് ആവാറായിട്ടുണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും നിലവിൽ അത് പണിയായോ എന്ന് എനിക്ക് സംശയമുണ്ട്. അപ്പം നമുക്കെന്താണെന്ന് വെച്ചാൽ ഈ ഒരു നട്ട് വന്നു. കാരണം സർവീസിന് എന്തായാലും പോകുമ്പോൾ ആ ഒരു നട്ട് എന്തായാലും ചേഞ്ച് ആക്കാം. സോ ഇങ്ങനത്തെ സാഹചര്യം വരുവാണ് ഇത് എക്സ്ട്രാ ഇതുപോലൊരു സാധനം ഇട്ടിട്ട് ഉണ്ടോ, ഇത് സുഖമായിട്ട് ഇങ്ങനെ ഊരി കിട്ടും. അപ്പോൾ നിങ്ങളുടെ കൈ കളയേണ്ട കാര്യമില്ല. അപ്പോൾ എന്താ എക്സ്ട്രാ ഇതുപോലെ ഇടുക. അപ്പോൾ കുറച്ചും കൂടെ വെയിറ്റ് കിട്ടും. അതുപോലെ തന്നെ ഇത് ഇതിൻ്റെ അകത്താണേലും ഫസ്റ്റ് ഓഫ് ഓൾ ഇതിങ്ങനെ ജാം ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അടിച്ചു കയറ്റുക. എന്നിട്ട് അതിലിങ്ങനെ കയറ്റുക. സോ ആ നട്ട് കംപ്ലീറ്റ്ലി പോയി. അപ്പോൾ നമുക്കൊരു കാര്യം കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം സർവീസിന് മുമ്പ് എന്തായാലും അത് മാറാം. അപ്പോൾ ഈ നട്ട് എന്തായാലും ഊരുന്നുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് ഊരിയെടുക്കാം. സോ ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ചെറുതായിട്ട് മടക്കി വെക്കാം. അപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല, നമുക്ക് ഊരാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ലെറ്റ്സ് സീ. സോ ഈ ഒരു നട്ട് നമ്മളൊന്ന് ഊരി വെച്ച് ക്യാമറ പറഞ്ഞു. സോ ഈ ഒരു നട്ട് നമ്മൾ ഊരിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ല അടുത്ത ഊരാളത് ഈ ഒരു നട്ടാണ്. ഇനിയിപ്പോൾ ഊരാളെന്ന് പറഞ്ഞത് ഈ ഒരു 2 സ്ക്രൂ, അത് ഇവിടെയും വരും, ഒരു 2 സൈഡിലും വരും കേട്ടോ. 2 സൈഡിലുമായിട്ടാണ് ഇത് വരുന്നത്. ഇതിങ്ങനെ നമ്മൾ പതുക്കെ ഇങ്ങനെ ഊരിയെടുക്കണം. നമ്മളിപ്പോൾ വേറെ നമ്മുടെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാട്ടോ ഇങ്ങനെ ഊരിയെടുക്കുന്നത്. കാരണം എൻ്റെ ടൂൾ ബോക്സ് പോയിരിക്കുന്നതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയിട്ട് ഇതുവരെ വരാത്തതിൻ്റെ ഭാഗമായിട്ടാട്ടോ ഇതിങ്ങനെ ഊരിയെടുക്കുന്നു. അതേപോലെ തന്നെ അപ്പർ സൈഡിലും ഉണ്ട്. അപ്പർ സൈഡിൽ ഇതിൻ്റെ കൂടെ തന്നെ ഇതുണ്ട്, ഇത് കവറിങ് പോലെ വരുന്നുണ്ട്. ഇറ്റ്സ് റിയലി നൈസ്. കാരണം KTM എപ്പോഴും അവരുടെ വണ്ടിയിൽ അത്യാവശ്യം നല്ല പോലെയാണ് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തേക്കുന്നത്. ആൻഡ് 2-3 മാസമായിട്ട് ഇത് ഊരാത്തതുകൊണ്ടാണ് എനിക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തൊരെണ്ണമുണ്ട്, അത് നമുക്ക് ഊരിയെടുക്കണം. സോ അങ്ങനെ ഫൈനലി കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും സാധനം ഊരിയെടുത്തു. ആൻഡ് ഇത് ഊരിയെടുത്ത് കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. ഇതടക്കം ഇങ്ങനെ പൊങ്ങി കിട്ടും. മനസ്സിലായി, ഇതിങ്ങനെ പൊങ്ങി കിട്ടും. ആൻഡ് ചെയിൻ നമ്മൾ ഇവിടെ പുറകെ ഇങ്ങനെ പിടിപ്പിക്കുക. ഒരുപാട് ചെളിയൊന്നുമില്ല, കാരണം 2-3 മാസം മുമ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരുപാട് ചെളിയൊന്നുമില്ല. എന്നാലും നിങ്ങളെ കാണിച്ചു തരാം. സോ ഇതല്ലേ, ഇവിടെയൊക്കെ നമ്മൾ ഈ ഇതുകൊണ്ട് പൊടി പിടിച്ചിട്ടുണ്ട്. ഇതുണ്ടല്ലേ, ചെളി കയറിയിട്ട് ഇതുണ്ടല്ലേ, ചെയിനൊന്ന് കഴുകേണ്ട സമയമായിട്ടുണ്ട്. ഇവിടെ അങ്ങനെ ഒരുപാട് ചെളിയും കാര്യങ്ങളൊന്നുമില്ല, ബട്ട് കുറച്ചുണ്ട്. അത്യാവശ്യം എല്ലായിടത്തും തന്നെ ചെളിയുണ്ട്, കാര്യങ്ങളുണ്ട്. ആൻഡ് ഇവിടെ കണ്ടില്ലേ, ഇവിടെയൊക്കെ അത്യാവശ്യം ചെളിയും കാര്യങ്ങളുണ്ട്, ഇവിടെയൊക്കെ ഉണ്ട്. സോ ഇനിയിപ്പം ഇത് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്ന ഡീസലാണ്. സോ ഫസ്റ്റ് നമുക്ക് ഡീസൽ എടുക്കാം. സോ നിലവിൽ ഞാനൊരു കാര്യം ചെയ്തതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ നിലവിൽ ഇതും കൂടെ അങ്ങ് ഊരി വെച്ചു.
ഇത് ഊരാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ആൻഡ് കണ്ടില്ലേ, ഇത് ബോൾട്ട് വെച്ച് തന്നെ, ഈ ഒരു ബോൾട്ട് വെച്ച് തന്നെ നമുക്ക് ഊരാം. വിസ്കി, സോ അതെൻ്റെ വീട്ടിലെ പൂച്ചയാട്ടോ, വിസ്കി ബോയ്. ഇതിങ്ങനെ അങ്ങോട്ട് ഊരിയെടുത്തു. കാരണം ഇതിൻ്റെ അകവും ഒന്ന് കഴുകണം എന്നെനിക്കുണ്ടായിരുന്നു. കവറില്ലാത്തൊരു ലുക്ക് നിങ്ങൾക്ക് കാണിച്ചു കേട്ടോ. സോ കവറില്ലാതെ ഉള്ള ലുക്കാണ് ഇതിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കവറില്ലാതെ ഓടിക്കാൻ പറ്റത്തില്ല. മഴക്കാലം കൂടെ ആകുമ്പോഴത്തേക്കും ഒന്നുകൂടെ പണി കിട്ടും. അതുകൊണ്ട് ഞാൻ ഒരിക്കലും കവറില്ലാതെ ഉപയോഗിക്കില്ല. സോ നമ്മൾ ഇവിടെ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് കംപ്ലീറ്റ്ലി നമ്മൾ ഇവിടെ ക്ലീൻ ചെയ്തു. കാരണം ഇവിടെ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ ഒരുപാട് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ഒക്കെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഡീസൽ തീരാറായല്ലോ. ഇതിൻ്റെ അകത്തൊക്കെ ഇഷ്ടംപോലെ ചെളിയാണ്. ഞാൻ ആദ്യം കാണിച്ചു തന്നില്ലേ, നല്ലപോലെ ചെളിയുണ്ട്, കാര്യങ്ങളുണ്ട് ഉണ്ടോ. ഇനിയിപ്പോൾ നിലവിലെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചെയിൻ അങ്ങോട്ട് ക്ലീൻ ചെയ്യാം. ബിക്കോസ് ഇത്രയും ഭാഗത്തെ കൂടുതലും ചെളി വരാറുള്ളൂ ഈ ഒരു ഇതിൻ്റെ അകത്ത്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ടോട്ടലി ക്ലീൻ നൗ. ഇനിയിപ്പോൾ നമുക്കുള്ളത് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കവറും നമുക്ക് ക്ലീൻ ചെയ്യണം. അതുപോലെ തന്നെ ബാക്കിയുള്ള ചെയിൻ ക്ലീൻ ചെയ്തിട്ട് നമുക്ക് ബാക്കി സെറ്റ് ഏറ്റവും നല്ലപോലെ ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ബ്രഷ് വെച്ചുള്ള ചെറിയ ചെറിയ കലാപരിപാടിയേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ബ്രഷിൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഒന്ന് ഇപ്പോൾ പെഡോക്ക് ഇല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നിലവിൽ ഇച്ചിരി വണ്ടി ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ആക്കേണ്ടി വരും. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡീസൽ വെച്ച് നല്ലപോലെ കഴുകുന്ന കാര്യം മാത്രം മറന്നേക്കരുത്. കാരണം ഡീസൽ വെച്ച് നല്ലപോലെ കഴുകണം, എന്നിട്ട് വേണം വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെളി കംപ്ലീറ്റ്ലി പൊക്കോളും. പവർ വാഷൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ തന്നെ നല്ലപോലെ ചെളി അങ്ങ് പൊക്കോളും. ഒരാളും കൂടെ ഇല്ലാത്തതുകൊണ്ടേ വീഡിയോ എടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഏകദേശം ഇത് നമ്മൾ പരിപാടികളൊക്കെ തീരാറായിട്ടുണ്ട് ക്ലീനിങ്ങിൻ്റെ. അത് ക്ലീനിങ് കഴിഞ്ഞ് കുറച്ച് നേരം വണ്ടി അനക്കാതെ വെക്കണം. എന്നിട്ട് നമുക്ക് ഫസ്റ്റ് നമ്മൾ പവർ വാഷ് കൊണ്ടൊന്ന് അടിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോർമൽ വാഷ് ചെയ്യുകയുള്ളൂ. സോ ഈ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ടല്ലോ ക്ലീനിങ് ഭയങ്കര എളുപ്പമാണ്. ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഡീസലിൽ മുക്കുക. പക്ഷേ ഇതുണ്ടല്ലോ ഭയങ്കരമായിട്ട് തെറിക്കും കേട്ടോ ഡീസൽ. അത് ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറഞ്ഞേക്കാം. ഇതുണ്ടോ ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ക്ലീൻ ചെയ്യുക. എളുപ്പമുണ്ട്, പരിപാടി എളുപ്പമുണ്ട്. ചെയിൻ കുറച്ച് ലൂസാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട് കേട്ടോ. ചെയിൻ കുറച്ച് ലൂസാണോ എന്ന്. ആൻഡ് ഇതിലാണിത് ഇതിൻ്റെ മോള് കഴുകാനാണെങ്കിലും മോള് വടിയും കഴുകാനാണിത് ഇതുപോലെ കഴുകാം. ഇവിടെ ഇങ്ങനെ കഴുകാം. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെയും കഴുകാം. ഓക്കെ, ഇനി അപ്പുറത്ത് ആണെങ്കിൽ ഇത് ഇങ്ങനെയും കഴുകാം. സോ ഇതൊരു നല്ലൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ മേടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ബ്രഷിലും നിങ്ങൾക്ക് സുഖമായിട്ട് ഞാൻ സത്യം പറഞ്ഞ് ഇതിനൊക്കെ മുമ്പ് തന്നെ ഞാൻ ബ്രഷ് വെച്ചാൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇത് ഞാനിപ്പോൾ ഈ ഇടയാട്ടോ മേടിച്ചത്, അധികം നാളായിട്ടില്ല ഇത് മേടിച്ചിട്ട്. ഇതിനൊക്കെ മുമ്പ് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നല്ലപോലെ ഡീസൽ ഒഴിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് തന്നെ ഒരുപാട് നേരം ഇത് വെച്ചുകൊണ്ടിരിക്കരുത്. കുറച്ച് നേരം വെച്ചിട്ട് നല്ലപോലെ പവർ വാഷിൽ ഇത് അടിച്ച് കളയണം കേട്ടോ. അതെപ്പോഴും ശ്രദ്ധിക്കുക.
സോ നിലവിൽ പവർ വാഷ് വെച്ച് ചെയ്യുന്ന പരിപാടി ഇതാണ്. സോ ഇതിന് ശേഷമുള്ള പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സോപ്പൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ട് കഴുകാൻ വേണ്ടി പോവാണ്. സോ ദേ പവർ വാഷൊക്കെ ഇട്ട് വണ്ടി നല്ല ക്ലീൻ ചെയ്തു. കാരണം പവർ വാഷ് ഇട്ട് ചെയ്യുന്നതെന്ന് അറിയോ, ദേ കണ്ടോ വണ്ടി ഇപ്പോൾ കണ്ടില്ലേ, ചെയിൻ നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. ആ സൈഡെല്ലാം നല്ല പോലെ ക്ലീൻ ആയിട്ടുണ്ട്. കുറച്ച് ഇത് വരും എന്തായാലും, കാരണം നമ്മളത്ര പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു പവർ വാഷിന് പവർ അത്ര കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ബട്ട് ഓവറോൾ എല്ലാം നല്ല പോലെ ക്ലീനായി. ഇതിൻ്റെ അകത്തുള്ള ചെളിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല, ഒക്കെ നല്ല പോലെ ക്ലീനായി. ഇതിൻ്റെ താഴെയും ഒക്കെ കഴിഞ്ഞ ദിവസത്തെ പോലെ നമുക്ക് ലാക്ക് റോളും കാര്യങ്ങളും കിട്ടിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്ന് യൂസ് ചെയ്യാൻ പോകുന്നത് എവർ ഫ്രഷ് ആണ്. ഇതാണ് ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ലാക്ക് റോൾ ഞാൻ കുറച്ച് അന്വേഷിച്ച് നോക്കി, പക്ഷെ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ ഇതാണെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല, നമുക്ക് സെറ്റ് ചെയ്യാം. സോ ഞാൻ ബേസിക്കലി ലാക്ക് റോൾ തന്നെ യൂസ് ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറഞ്ഞ ഏതെങ്കിലും ഒരു കാർ ഷാമ്പു അല്ലെങ്കിൽ ബൈക്ക് ഷാമ്പു, അതായത് നിലവിൽ ഹെഡ് ആൻഡ് ഷോൾഡേഴ്സോ കാര്യങ്ങളോ അങ്ങനെ അടുത്തുള്ള സാധനങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മുടെ ഹെയർ ഷാമ്പൂസോ കാര്യങ്ങളോ യൂസ് ചെയ്യാതിരിക്കുക. പകരം നിങ്ങൾക്ക് വണ്ടിയുടെ ഏത് കിട്ടുന്നോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അല്ല ഞാനിപ്പോൾ ലാക്ക് റോളാണ് യൂസ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ലാക്ക് റോൾ കിട്ടുന്നില്ലെങ്കിൽ വേറെ സുഖമായിട്ട് മേടിക്കാമെന്നാണ്. അതിനൊന്നും ഒരു കുഴപ്പമില്ല. കാര്യം അങ്ങനെ ഒരു ബേസിക് വാഷ് കഴിഞ്ഞു. ഇനിയിപ്പോൾ നിലവിൽ നമ്മൾ ഇതിലൊന്നും യൂസ് ചെയ്യാത്തൊരു ബ്രഷ് നമുക്ക് വേണം. ആ ബ്രഷ് എന്തിനാണെന്നുള്ളതല്ലേ ഞാൻ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില പാർട്സ് ഉണ്ട് നമുക്ക് കൈ എത്താൻ പറ്റുമല്ലാത്ത കുറേ സിറ്റുവേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ KTM എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയ 1-2 സ്ഥലങ്ങളുണ്ട്. അവിടെ നമുക്കൊരു നോർമൽ ബ്രഷ് ഇല്ലാതെ നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അത് എവിടെയാണെന്നൊക്കെ ഉള്ളത് ഞാനിപ്പോൾ കാണിച്ചു തരാം. എൻ്റെ ഗ്രിപ്പുണ്ടല്ലോ, ദേ ഇതിങ്ങനെ നല്ലപോലെ ഒന്ന് ഉരച്ച് കഴുകാൻ പോവാണ്. കാരണം ഇത് ഇടയ്ക്ക് കഴുകിയില്ലെന്നുണ്ടെങ്കിൽ ഒരു വെള്ള പോലത്തെ ഒരു പാട് വരും ഇതിൻ്റെ അകത്ത്. ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ ഈ സെക്കൻഡറി ഉള്ളൊരു പോസ്ചറാണ് ഇതിൻ്റെ ഗ്യാപ്പിൽ ചെളി നിൽക്കും. ഈ ഒരു ടാങ്കിൻ്റെ ഗ്യാപ്പിൽ ചെളി നിൽക്കും. അതുപോലെ തന്നെ ഈ ടാങ്കിൻ്റെ മുകളിലും അവിടെയും നമുക്ക് ബ്രഷ് കൊണ്ട് ഇങ്ങനെ ഒന്ന് കഴുകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ചെളി നിൽക്കത്തില്ല. ഓക്കെ, ഇനിയുള്ളതാണ് അടുത്തത്. നമ്മുടെ ഈ ഫ്രണ്ടിൽ ഇതുണ്ടോ, ഇവിടെ ചെളി നിൽക്കും. അപ്പോൾ ബേസിക്കലി ഞാൻ എല്ലാ ദിവസവും മോസ്റ്റ്ലി എൻ്റെ വണ്ടി കഴുകുന്നതുകൊണ്ടാണ് കറക്റ്റായിട്ട് എനിക്ക് പൊസിഷൻസ് അറിയാവുന്നത്. ഓക്കെ, നമ്മൾ വണ്ടി എത്ര കഴുകിയാലും പോകാത്ത ചെളികളൊക്കെയാണ് ഇവിടെ. ഇനി അടുത്തത് ഇതിൻ്റെ തന്നെ അടുത്ത സൈഡിലുള്ളതാണ്. അടുത്തത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ സൈഡിൽ നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം കാണാൻ പറ്റുന്ന അറിയത്തില്ല, ഇവിടെ ചെളിയുണ്ട്. ആൻഡ് ഇതുണ്ടോ, ഇത് ബ്രഷ് കൊണ്ട് മാത്രമേ ആകുകയുള്ളൂ. പിന്നെ ഉള്ളത് ഈ സൈഡിൽ ഇതുണ്ടോ, ഇവിടേക്ക് ഒന്ന് ബ്രഷ് വെച്ച് വരയ്ക്കുക. ഇങ്ങനെ ബ്രഷൊക്കെ വെച്ചൊന്ന് വരയ്ക്കുക, കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ അതുപോലെ ഇതിൻ്റെ അകത്തുണ്ടല്ലോ ഒരു പ്രത്യേകതയുണ്ട്. ഇതുണ്ടോ, ഷോക്കപ്പിനെ നല്ല പോലെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഇപ്പം ഇതുണ്ടോ, ഷോക്കപ്സറിനെ ഒരു രീതിയിലും ഡസ്റ്റും കാര്യങ്ങളും എത്താത്ത രീതിയിൽ, പക്ഷേ ഇതിൻ്റെ അടിയിൽ കുറച്ച് ഓപ്പണിംഗ് ഉണ്ട്. ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. സോ ഇവിടെ ഇത് കവേർഡാണ്, ഇത് കവറിൻ്റെ അകത്തേക്കടെ വരുള്ളൂ. അതുപോലെ ഇതുകൊണ്ട് ഇത് ബ്രേക്ക് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സംഭവം വെച്ചേക്കുന്നത്, ഈ ഒരു എക്സ്ട്രാ സാധനം. അതുപോലെ അവിടെ കണ്ടു, ഇത് ഷോക്കപ്പിൽ ഇതിലേക്ക് മണ്ണും ചെളിയൊന്നും കയറാതിരിക്കാനും, ഇത് ബ്രേക്കിൻ്റെ അകത്തേക്ക് കറക്റ്റ് കയറുന്ന രീതിയിലാണ്, എന്ന് വെച്ചാൽ മാക്സിമം എയർ ബ്രേക്കിൻ്റെ അകത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ടുള്ള രീതിയിലാണ്
ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് കണ്ടോ ഇവിടെ ചെറിയ ചെളിയും കാര്യങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അത് ആക്ച്വലി നമുക്കൊരു ബ്രഷ് വെച്ച് ക്ലീനിങ് നടക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. ഇനിയുള്ളൊരു ക്ലീനിങ് ഞാൻ കാണിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡിൽ അതുപോലെ ഈ റബ്ബർ കണ്ടോ, ഈ റബ്ബറിൻ്റെ ജസ്റ്റ് ഒന്ന് ഉരച്ചാൽ മതി. ഇപ്പം നമ്മൾ സ്ഥിരം കഴുകുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് ഉരച്ച് വിട്ടാൽ മതി. പിന്നെ അതിൻ്റെ അത് ചെളി പിടിക്കുകയില്ല. അത് ഒരു സൈഡിലല്ല കേട്ടോ, രണ്ട് സൈഡിൽ ഉണ്ട്. ഇവിടെ ഒന്നെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഉരച്ച് വിട്ടാൽ മതി. പിന്നെ അവിടെ അധികം ചെളി പിടിക്കില്ല. എല്ലാ പ്രാവശ്യം കഴിയുമ്പോൾ ഈ കുറേ പോയിൻറ്റ്സ് ഓർത്തിരിക്കുക. ഇനി ഇതിലൊന്നും പെടാത്തൊരു പോയിൻ്റാണ് അടുത്ത് കാണിച്ചു തരാൻ പോകുന്നത്. ഒഴിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നിലവിൽ വെള്ളം കിടക്കുന്നത് കൊണ്ട് നമുക്ക് മനസ്സിലാകത്തില്ല. പക്ഷേ സംഭവം ഇവിടെയും ചെളിയുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഈ വയറിൻ്റെ ഈ വയറെല്ലാം കൂടി നിൽക്കുന്നിടത്ത് വേണ്ടത് ഇതിൻ്റെ അകത്ത് ഇവിടെ ചെളി ഉണ്ടാവും. പക്ഷെ നമുക്ക് വെള്ളം നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല. അങ്ങനൊരു പ്രശ്നമുണ്ട് ഇതിന്. ഓക്കെ, അപ്പോൾ നിങ്ങളിപ്പോൾ വെള്ളം നനച്ചാണെങ്കിലും പോലും ഒന്ന് ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്കുള്ള ഈ ബ്രഷ് വെച്ച് ഒന്ന് ഉരച്ചേക്കുക. മനസ്സിലായോ? ഇതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഇതാണെങ്കിലും ആക്സിലേറ്റർ കേബിളിൻ്റെ ഇതിലാണെങ്കിലും ബ്രേക്ക് കേബിളിലാണെങ്കിലും ഒന്ന് ഉരച്ചേക്കുക. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ ചെളി വരാനുള്ള ചാൻസസ് ഇല്ല. പിന്നെയുള്ളത് നിങ്ങളുടെ ഹാൻഡിൽ. അതാണ് നിങ്ങൾക്കിപ്പോൾ നോർമലി ഇത് ഇങ്ങനെ ബ്രഷ് ചെയ്യുന്ന പോലെ ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാം. ഓക്കെ, ബേസിക്കലി വരുന്നത് ഈ ഒരു ഹാൻഡ് ഗ്രിപ്പലാണ്. കാരണം ഹാൻഡ് ഗ്രിപ്പയിൽ വെള്ള പോലെ പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ക്ലീനിങ് പരിപാടികൾ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വീലാണ്. വീല് നമ്മൾ നോർമലി നമ്മൾ ക്ലോത്ത് വെച്ചാണ് കഴുകുന്നത്. പിന്നെ ഇതിൻ്റെ അകത്ത് കണ്ടില്ല, ഇതിപ്പോൾ ഞാൻ ഊരിയുണ്ടെന്ന് വെച്ചാൽ കാണിച്ചാൽ കണ്ടോ, ആകെ മൊത്തം ചെളിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം നമ്മൾ എത്ര ചെളി ഉണ്ടോ അത്രയും ചെളി റിമൂവ് ആക്കിയാണ് ഞാൻ വണ്ടി കഴുകാറ്. അതുപോലെ തന്നെ ഈ ഒരു പരിപാടി ഞാനൊരു 3 മാസത്തിലൊന്നും ചെയ്യുന്നതുമാണ്. അതുകൊണ്ടാണ് നിങ്ങളെ കംപ്ലീറ്റ്ലി കാണിച്ചത്. So quiet, try to hide it. If a new thought formed, we would swallow it down. Empty stares, never question the illusion. If you play alone, they will leave you to drown. Stand up, 'cause we are the movement. Don't stop, straight into the dark. Wake. സോ അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി കഴുക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മുടെ മറ്റേ ഊരിയ പാർട്സ് എല്ലാം കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ വേണ്ട നട്ട് ബോൾട്ട് എല്ലാം ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. വണ്ടി ക്ലീൻ ചെയ്തിപ്പോൾ നിലവിലൊന്ന് കുറച്ച് കഴിഞ്ഞിട്ട് തുടയ്ക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ്. മൊത്തം കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ മൊത്തവും കംപ്ലീറ്റ്ലി ഇതെല്ലാം ക്ലീനായി നല്ല സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തുടച്ച് ബാക്കി കുറച്ച് പരിപാടികളുണ്ട്. ഞാനത് പിന്നെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അങ്ങനെ ഫൈനലി നമ്മുടെ വണ്ടി കഴുകും പരിപാടികളും എല്ലാം കഴിഞ്ഞു, സെറ്റായി, വീട്ടിൽ കയറി. ഇനി ഇപ്പോൾ നിലവിൽ വണ്ടി ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞ് നമ്മൾ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഊരിയ പാർട്സ് എല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യും. അതിന് ശേഷം ഞാൻ നിലവിൽ അത്രയേ ഉള്ളൂ. ഇനി നിങ്ങൾക്കത് എന്താ പറയുക, അപ്പം നമ്മൾ വീഡിയോ ഇവിടെ വെച്ച് ക്ലോസ് ചെയ്യുവാണ്. ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ ഗൈസ്, സീ യു സൂൺ.